പരിശുദ്ധാത്മാ പറയണമെന്ന് വെച്ചാൽ നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നാണ് പറയണത്. മനസ്സിലായ? ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിനെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നാണ്. എന്താ കാര്യം? ഒരു മനുഷ്യൻ്റെ ആത്മരക്ഷയും അതിൻ്റെ വളർച്ചയും. ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിനെ ആസ്പദം വെക്കണമെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും എന്താണ്, നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടാകും. ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ നടക്കുന്ന ഒരാളാണ്. ചിന്തിച്ചും ആലോചിച്ചും പറഞ്ഞും അമ്മയോട് സംസാരിച്ചും ഒക്കെ ഞാൻ എപ്പോഴും അമ്മയോട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ എൻ്റെ മനസ്സിലെപ്പോഴും പരിശുദ്ധ തോന്നിയിരിക്കുന്നത് ഈ ക്രിസ്തു രഹസ്യങ്ങളുടെ ഒരു കുറേ താക്കോൽ അമ്മയുടെ കയ്യിലുണ്ടെന്നുള്ളതാണ്. ക്രിസ്തു രഹസ്യങ്ങളുടെ മറിയത്തെ ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത് ഒരു കൂട്ടം താക്കോൽ പിടിച്ച് നിൽക്കുന്ന ഒരു ലേഡിയുടെ രൂപമാണ്. എന്താ കാര്യം? ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ പറ്റിയ ദൈവം കൊടുത്ത കുറേ താക്കോലുകളുണ്ട് മറിയത്തിൻ്റെ കയ്യിൽ. മറിയമാണ് ഇതിനൊക്കെ എല്ലാം ബെസ്റ്റ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേണ്ട സമയത്ത്, അതെനിക്കിപ്പം കിട്ടിയതായിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്ത് കിട്ടിയ വേണ്ട സമയത്ത്. ഹെബ്രായർ 4:16 എന്നൊരു വായിച്ച്. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ വേണ്ട സമയത്ത് ഉതകാൻ വേണ്ടി ഇപ്പം കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ വേണ്ട സമയത്ത് ഉതകത്തില്ലെന്ന് പറയത്തില്ലേ? ചില ആൾക്കാരെ കുറിച്ചുള്ള കമൻ്റ് അതാണ്. ആൾ കൊള്ളാം, ആൾ കഴിവുള്ളവനാണ്, പക്ഷെ വേണ്ട സമയത്ത് ഉതകത്തില്ല. അതാ മനുഷ്യരാശിൻ്റെ, നമുക്ക് എല്ലാവരും ഒക്കെ ഉണ്ടാകും, നമുക്കും ആസ്തിബദ്ധതയൊക്കെ ഉണ്ടാകും, പക്ഷെ വേണ്ട സമയത്ത് നമുക്ക് ഉതകത്തില്ല. ഇത് ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമാണ്. വേണ്ട സമയത്ത് എല്ലാവരും ഉണ്ട്, പക്ഷെ വേണ്ട സമയത്ത് ഉതകത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ പറയണത് അകലത്തെ ബന്ധുവിനേക്കാൾ നല്ലതാണ് അയലത്തെ ശത്രു. അത് വേണ്ട സമയത്ത് ഉതകണ അവനായിരിക്കും, ബന്ധുവൊക്കെ ആയിരിക്കും, പക്ഷേ വേണ്ട സമയത്ത് വേണ്ട സമയത്ത് എന്ന് പറയണത് ആണ്. ഉതകണമെങ്കിൽ വേണ്ട സമയത്ത് തന്നെ ഉതകണം. അത് കഴിഞ്ഞിട്ട് ഉതകിയിട്ട് കാര്യമില്ല. ഇപ്പം ഒരു ചേട്ടൻ ഒരു ദിവസം എന്നോട് പറഞ്ഞേ, എൻ്റെ അച്ഛ, ഇതിനിപ്പം നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ ഒക്കെ വളരെ വില കുറവാണ് ഈ മരുന്നിന്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഈ രോഗം വന്നപ്പോഴേ ഈ മരുന്ന് ജർമ്മനിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ വരുത്തിച്ചിട്ട് ബോംബെയിലെത്തിയായിരുന്നു. അപ്പം അമ്മ മരിച്ചു പോയെന്ന്. വേണ്ട സമയത്ത് ആ മരുന്നുണ്ട്, അവരെത്തിച്ചതാണ്. ഇന്ന് ചന്തയിൽ ഇങ്ങനെ ഏത് വിളച്ചെന്ന് ചോദിച്ചാലും കിട്ടണം മരുന്ന്. ഒരു കാലത്ത് അന്ന് അയാൾ കരയണ സങ്കടപ്പെട്ട് പറഞ്ഞാണ്, ഈ മരുന്ന് ഇന്നത്തെ പോലെ അവസാനം ഉണ്ടായെങ്കിൽ എൻ്റെ അമ്മ ഇന്നും ഉണ്ടായനാണ്. എൻ്റെ കാര്യത്തിൽ വേണ്ട സമയത്ത് അത് ഉതകില്ലെന്ന് അയാൾ പറയണത്. അപ്പം എന്തുകൊണ്ട് ഇല്ല എന്നല്ല പ്രശ്നം, വേണ്ട സമയത്ത് ഉതകുകയാണ്. അപ്പോഴീ വേണ്ട സമയത്ത് നമുക്ക് ഉതകാൻ വേണ്ടിയാണ് ദൈവം എന്താണ് ക്രിസ്തുവിനെ അയച്ചിരിക്കുന്നത്. വീട്ടില്ലേ, ക്രിസ്തുവിനെ അയച്ചതിൻ്റെ ഒരു ലക്ഷ്യം എന്താ? വേണ്ട സമയത്ത് നമുക്ക് ഉതകുക, വേണ്ട സമയത്ത് വേണ്ട കാര്യത്തിന് ഉതകുക. അതുകൊണ്ട് എന്താ പറയണത്, അതിന് നമുക്ക് കുറേ സാധനങ്ങൾ വേണം. ഒന്ന്, വേണ്ട സമയത്ത് ഉതകണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കുറേ കാര്യം റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. അതാണ് വേണ്ട സമയത്ത് കരുണ കിട്ടണം. കരുണയെന്ന് പറഞ്ഞാൽ എന്താണ്? മേഴ്സി എന്ന് വെച്ചാൽ ഗ്രേസാണ് കരുണ. ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗ്രേസ് ഒരു ഫ്രീ ഗിഫ്റ്റാണ്. ക്രിസ്തുവിൽ ഒരു ആള് വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവം അലോട്ട് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ പവർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്.
ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല. നമ്മൾ കൃപാവരം എന്നൊക്കെ പറയുമെങ്കിലും കൃപാവരത്തിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണെന്നറിയാമോ? ദൈവം ഉദ്ദേശിക്കണത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. ബാക്കിയെല്ലാം ഇത് ഈ ഒരു സ്റ്റാറ്റസ് കിട്ടിയാൽ ബാക്കിയുള്ളതൊന്നും പ്രശ്നമല്ല. ഈ ഗ്രേസിൻ്റെ വരപ്രസാദത്തിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. കാര്യം പാപമാണ് ഈ രൂപത്തിലാക്കി ക്രിസ്തുവിനെ പോലും ആക്കി കളഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ല. ഒരു പാപകരമായ ജീവിതവും ക്രിസ്തുവിലുള്ള ജീവിതവും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരണം. എന്തുമാത്രം ഉടമ്പടി പുരോഗമിക്കുന്നു അത്രയും നമ്മൾ വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിക്കുകയാണ്. പറഞ്ഞേ, എന്തുമാത്രം നമ്മൾ ഉടമ്പടിയിൽ പുരോഗമിക്കുന്നു അത്രയും നമ്മൾ വിശുദ്ധി വളരാനുള്ള ദൈവത്തിന്റെ പദ്ധതികളോട് സഹകരിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു പദ്ധതി കൊണ്ട് എന്താണ് കാര്യം? നമ്മൾ വിശുദ്ധിയിൽ വളരണം. അപ്പോൾ ആ പദ്ധതിയോടുള്ള സഹകരണമാണ് ഈ ഉടമ്പടി. അമ്മ എന്താ ചെയ്യണത്? ഈ വേണ്ട സമയത്ത് നമുക്ക് കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ ഈ കൃപാവരത്തിന്റെ സിംഹാസനത്തെ വേണ്ട സമയത്ത് ദൈവത്തിന്റെ കരുണ ലഭിക്കാൻ വേണ്ടി ആദ്യം സമീപിച്ചത് ആരാണ്? അമ്മയാണ്. അല്ല, ഇതാണ് എന്നോട് ഇപ്പൊ പറഞ്ഞത്. ഇങ്ങോട്ട് കയറാൻ നേരത്ത് പറഞ്ഞത് ഇതാണ്. ഈ കൃപാവരത്തിന്റെ ഈ ഹെബ്രായർ 4:16 അനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ വേണ്ട സമയത്ത് അവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപാവരം ലഭിക്കാൻ വേണ്ടി കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിനെ ആദ്യം സമീപിച്ചത് ആരാണ്? അമ്മയാണ്. അതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. മനസ്സിലായില്ലേ? ആദ്യം സമീപിച്ചത് ആദ്യത്തെ സമീപനമാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഒരു മെൻറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ മെൻറ്റർ ആരാണ്? മറിയമാണ് ശരിക്കും. ഇപ്പം ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞ വചനമുണ്ടല്ലോ, എന്താണ്? ഹെബ്രായർ 1:1 ഒന്നുകൂടി വായിച്ചേ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ അതായത് ഈ വികസനത്തിന്റെ അവസാന വണ്ടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഈ നമ്മുടെ AK ആന്റണി സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ കുറച്ച് വികസനങ്ങളുടെ പദ്ധതികൾ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പം ഇവിടെ എന്ത് വികസനം കൊണ്ടുവന്നാലും പ്രതിപക്ഷത്തിരിക്കുന്നവർ ചവിട്ടിത്താത്തുകയും പൊടി പിടിക്കുകയും അത് നശിപ്പിക്കുകയും കേരളത്തിനെ പിന്നോട്ടടിക്കുകയും ചെയ്യും. ഇതൊരു സ്ഥിരം കലാപരിപാടിയായിരുന്നു പണ്ട്. അതായത് നാടിൻ്റെ പൊതുപുരോഗതിക്കാണെന്ന് പറഞ്ഞാലും ശരി, ഒരു ഭരണകക്ഷി ഒരു പദ്ധതി കൊണ്ടുവന്ന് കഴിയുമ്പോൾ മറ്റവന്മാർ ചവിട്ടിത്താത്തു. അങ്ങനെ ചവിട്ടിത്താത്തി അവസാനം ആൻ്റണി മുടിഞ്ഞി. ഇനി നടക്കത്തില്ലെന്ന് കണ്ട, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യം, ഇനി സമയം കിട്ടുന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതാണ് ഇത് വികസനത്തിൻ്റെ അവസാനത്തെ വണ്ടിയാണെന്ന്. ഞാൻ മനോരമയുടെ മെയിൻ ഹെഡിങ് ആയിരുന്നു ഇത് വികസനത്തിൻ്റെ അവസാന വണ്ടി.
എൻ്റെ മനസ്സിൽ വെച്ചാൽ ഈ വചനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഇതാണ്, ഇത് രക്ഷയുടെ അവസാന വണ്ടിയാണ്. അത് നമ്മളോട് ആര് പറഞ്ഞ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ മുഖേന എന്ന് വായിച്ച് വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ അവസാന വണ്ടി രക്ഷയുടെ അവസാന വണ്ടിയാണ്. എത്രയോ കാലങ്ങളായിട്ട് ദൈവം പ്രവാചകന്മാരെയും മതസ്ഥാപകരെയും എന്തുമാത്രം മതസ്ഥാപകരുണ്ടായി, എത്രയോ മതസ്ഥാപകർ ദൈവം വിട്ടു, എന്തുമാത്രം പ്രവാചകന്മാരെ വിട്ടു. ഇനി മനുഷ്യ കഥാനുഗായികളുണ്ട്, മതം സ്ഥാപിച്ചില്ലെങ്കിൽ പോലും അവരുടെ സോക്രട്ടീസിനെ പോലെയുള്ള അവരുടെ നിലപാടുകൾ കൊണ്ട് തന്നെ മനുഷ്യവംശത്തെ സത്യത്തിൻ്റെ പാതയിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അങ്ങനെ അവസാന കാലങ്ങളിലെ എന്താണ് തൻ്റെ പുത്രൻ വഴി നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കേണ്ടത്? ഇത് മനുഷ്യൻ്റെ രക്ഷയുടെ അവസാനത്തെ ആളാണ്. ഈ മനുഷ്യരക്ഷയുടെ അവസാനത്തെ ആളാണെന്ന് നമ്മളോട് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരാണ്? അമ്മയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ്, ഇത് രക്ഷയുടെ അവസാനത്തെ ആളാണ്. ഇത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മറിയമാണ്. ഇതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ക്രിസ്ത്യൻ മെൻറ്റർ, അതായത് ഒരു ക്രിസ്ത്യൻ ഒരു വിശ്വാസ ജീവിതത്തിന് നമ്മളെ സഹായിക്കുന്ന ഫസ്റ്റ് മെൻറ്റർ എന്ന് പറയുന്നത് മറിയമാണ്. എൻ്റെ പേര് ഏലിയാമ്മ കുഞ്ഞുമോൻ. ഞാൻ ചങ്ങനാശ്ശേരി വേരൂർ ഇടവക പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ജൂലൈ 26 ഈ തിരുനടയിൽ കയറി സാക്ഷ്യം പറയാനുള്ള കൃപ തന്നതിനായി പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും കോടാനുകോടി നന്ദി. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞങ്ങൾ 30 വർഷത്തോളം ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ റിസൈൻ ചെയ്ത് കൊറോണയ്ക്ക് ശേഷം റിസൈൻ ചെയ്ത് തിരിച്ച് പോരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാനുള്ള ഗ്രാറ്റുവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തരാനുള്ള അവസ്ഥയില്ലയെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നോളാമെന്ന് പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഗവൺമെൻറ്റിലായിരുന്നുകൊണ്ട് എൻ്റെ പൈസ 2 മാസത്തിനകം കിട്ടി. പക്ഷേ പുള്ളി പ്രൈവറ്റിൽ ഒരു ഒമാൻ കമ്പനിയിലായിരുന്നു. അപ്പം ആദ്യമൊക്കെ തരാമെന്ന് പറയുന്നതല്ലാതെ പിന്നീട് കംപ്ലീറ്റ്ലി അവർ നമ്മളുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നിർത്തുവാണ്. മെയിലിന് മറുപടി തരത്തില്ല, വാട്സാപ്പ് മെസ്സേജ് തരത്തില്ല, ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. കംപ്ലീറ്റ് അവർ നമുക്ക് തരാതിരിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു, നമുക്ക് തരത്തില്ല. പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി കമ്പനി നഷ്ടത്തിലാണെന്നും പലർക്കും ഒന്നും കൊടുക്കുന്നില്ലെന്നും പലരും കേസിന് പോകുന്നതൊക്കെ. അപ്പം നമ്മളിങ്ങ് തിരിച്ചു പോരുകയും ചെയ്തു, അവരുടെ വാക്ക് വിശ്വസിച്ച് തിരിച്ചു പോന്നു. പക്ഷെ നമുക്ക് കിട്ടുന്ന എങ്കിലും പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ മനസ്സിലിരുന്ന് ആര് പറയുന്നുണ്ട് നിനക്ക് കിട്ടുമെന്ന്. ഞാൻ പലപ്പോഴും എൻ്റെ ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്യും നമുക്ക് കിട്ടും, നമുക്ക് കിട്ടാതിരിക്കത്തില്ല എന്ന്. പക്ഷേ കുറേ നാളായിട്ട് പിന്നെ കംപ്ലീറ്റ്ലി നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമുക്ക് യാതൊരു സാധ്യതയില്ല എന്ന്. അപ്പോഴാണ് ഒരു അൺഎക്സ്പെക്റ്റഡായിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, മസ്കറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പോഴത്തേനും വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ തല ദിവസം തൊട്ട് എൻ്റെ മനസ്സിലിരുന്ന് മാതാവ് പറയുവാണ് ആ പുള്ളിയോടൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ആ ബ്രദറിനോടൊന്ന് നമ്മുടെ ഇതാണ് കിട്ടിയില്ലെന്ന്. പുള്ളി പറഞ്ഞു എന്തിനാ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ നിർബന്ധിച്ചോട് പറഞ്ഞപ്പോൾ പുള്ളി ഒരു അഡ്വക്കേറ്റിൻ്റെ നമ്പർ തന്നു, ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു. നമ്മൾ അഡ്വക്കേറ്റിനെ വിളിച്ചപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു യാതൊരു കാരണവശാലും കിട്ടത്തില്ല, കാരണം നമ്മൾ പോന്നിട്ട് 3-4 വർഷത്തോളമായി, 1 വർഷത്തിനകം പിന്നെ നമ്മൾ ലീഗൽ ഇതിന് പോയില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ലെന്നും പറഞ്ഞ് അയാൾ വെച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ബ്രദറിനോട് പറയും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം പുള്ളി വേറെ നമ്പർ തന്നു, റൊമാനിയ അഡ്വക്കേറ്റിന് എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ അയാളെ ഒന്ന് വിളിച്ച് നോക്കിയെന്ന്. നമ്മൾ വിളിച്ചപ്പോൾ പുള്ളി ചോദിച്ചു 2023 നിങ്ങൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്കുണ്ടോ, ഒരു മെസ്സേജോ ഒരു ഇമെയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇല്ല, നമ്മളത് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളതങ്ങ് നിർത്തിയായിരുന്നു പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും ഒന്ന് നോക്കിക്കേ, മെയിലൊന്ന് സെർച്ച് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ സെർച്ച് ചെയ്തപ്പം മെയിൽ ഒരെണ്ണം നമ്മൾ ഒരു മെസ്സേജ് അവർക്ക് ഒരു മെയിൽ വിട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ എന്താണ് കിട്ടാത്തതെന്നുള്ള മട്ടിൽ. അപ്പം ഞങ്ങൾ അഡ്വക്കേറ്റുണ്ട്. പുള്ളി പറഞ്ഞു അത് മതി, അത് വെച്ച് നമുക്ക് കയറാമെന്നും പറഞ്ഞു. അങ്ങനെ പുള്ളി ഞങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു. നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടി.
അങ്ങനെ ഒരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വിധത്തിലും നമുക്ക് ആ പൈസ കിട്ടത്തില്ലെന്ന് ഉറപ്പായിരുന്നു. എല്ലാവരും ഇത് പറയുന്നതുകൊണ്ട് കിട്ടത്തില്ല എന്ന്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ്, വളരെയധികം ബ്ലഡ് പോവും. അത് അപ്പോൾ ഞാനൊരു നേഴ്സാണ്, അപ്പോൾ എനിക്കറിയാം ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, ക്യാൻസർ എങ്ങാനും ആയിരിക്കുമോ. വരും, ഡോക്ടറെ കാണിക്കും, ആൻറ്റിബയോട്ടിക് എടുക്കുന്ന ആ ദിവസം തന്നെ അത് മാറിപ്പോവുകയും ചെയ്യും. പക്ഷേ ആ കണ്ടമാനം ബ്ലീഡിങ് ആണ്. അപ്പോൾ എന്താ ഇത്ര മാത്രം ബ്ലീഡിങ് എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. പക്ഷേ അവധിക്ക് വരുമ്പോഴൊക്കെ കാണിക്കും, പിന്നെ നമുക്ക് നേരമില്ല, എല്ലായിടത്തും ഓടി തണുത്തിട്ട് ഒരു മാസം കൊണ്ട് തിരിച്ചു പോകും. അങ്ങനെ ഒരു 16-17 വർഷം ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം വീണ്ടും എനിക്കിത് സിവിയറായി. ഞാൻ പലയിടത്തും പുഷ്പഗിരിയിൽ, ചെത്തിപ്പുഴയിലൊക്കെ പലയിടത്തും കാണിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഒന്നും ഇവർ സീറ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, പക്ഷേ യാതൊരു പ്രയോജനമില്ല. ലാസ്റ്റ് മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കിത് വയ്യ, എങ്ങനെയെങ്കിലും അമ്മ ഒന്ന് എന്താണ് ഇതിൻ്റെ കുഴപ്പമെന്നൊന്ന് കാണിച്ചു, എനിക്ക് മരമായിട്ടുള്ളതൊന്നും ഉണ്ടാകരുത്, എനിക്ക് പേടിയാണ് അമ്മയെന്ന് പറഞ്ഞു. ഒരു ദിവസം ഇതുപോലെ തന്നെ വന്നു. കൂടുതലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ ഒരു സർജൻ, യൂറോളജിസ്റ്റിനെ കാണിച്ചു. പുള്ളി പറഞ്ഞു നമുക്ക് സിസ്റ്റോസ്കോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ക്യാൻസറാണ് മെയിൻ സാധ്യത, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ആകപ്പാടെ ഭയന്നു. പക്ഷെ ഞാൻ മാതാവിനിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ CT സ്കാൻ ചെയ്തു. ഒരു കുഴപ്പമില്ല. ഒരു ട്യൂബ്, നമ്മുടെ യൂറിറ്ററി ട്യൂബ് ചുരുങ്ങുന്നതുകൊണ്ടാണ്, അല്ല വേറെ ഒരു കുഴപ്പമില്ല എന്ന്. പക്ഷേ ഒരു വർഷമായിട്ട് അതിന് ശേഷം എനിക്കിട്ട് വന്നിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു ഇനിയും വരാൻ സാധ്യതയുണ്ട്, പക്ഷെ വന്നിട്ടില്ല. പിന്നീട് എൻ്റെ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് പിന്നീട് അത് വന്നിട്ടില്ല. പിന്നെ അടുത്തതായിട്ട് ഈ കഴിഞ്ഞ ജൂണിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു തേക്ക് മരത്തേൽ ഇടിമിന്നലേറ്റു. അതിശക്തമായിട്ടുള്ള ഇടിമിന്നലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ ക്യാമറ സിസ്റ്റത്തിൽ പിടിച്ചിട്ട് അത് ഞങ്ങളുടെ വീട്ടിലുള്ള സകല ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക് ഐറ്റംസ് മുഴുവൻ ഡാമേജ് ആയിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ, പിള്ളേർ പുറത്താണ്. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പം ഞങ്ങളുടെ നേരെ വലിയ തീകോളം ഇങ്ങനെ വരും. അപ്പം മേളിൽ നിന്ന് പലതും തെറിച്ച് കത്തി താഴോട്ട് വീഴുന്നു. ഞങ്ങളുടെ എല്ലാ സിസ്റ്റങ്ങളും തകരുക. ഒരു തീകോളം ഞങ്ങളുടെ നേരെ പാഞ്ഞു വരുന്നു. ഞാൻ ഓടിച്ചെന്ന് അമ്മയെ പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഞാൻ കാശുരൂപം എടുത്ത് കയ്യിൽ, ഞാൻ ചെറിയ കാശുരൂപ ഇട്ടേക്കുന്നത്, ഞാൻ കാശുരൂപം എൻ്റെ ബാഗിലെ വെക്കും, അല്ലെങ്കിൽ കിടക്കുന്ന കട്ടലിൻ്റെ അവിടെ വെക്കും. ഞാൻ കൈ കൊണ്ട് നടക്കത്തില്ല, എനിക്ക് പേടിയാണ് പോകുമെന്നുള്ള ഇതിൽ അത്ര ഞാൻ പ്രഷ്യസാണ് എനിക്കത്. ഓടിച്ചെന്ന് അമ്മയുടെ കാശുരൂപം എടുത്ത് അമ്മയെ രക്ഷിക്കണേന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ, ഞങ്ങൾക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഞങ്ങൾ നിൽക്കുക. അപ്പം ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും സകലതും പോയി. പക്ഷേ ഞങ്ങളുടെ ജീവൻ ഒരാപത്തും ഇല്ലാതെ അമ്മ കാത്തു. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾക്ക് 40 വർഷമായിട്ട് ഞങ്ങളുടെ നിലം നികത്തിയ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അത് അന്ന് തൊട്ട് കരഭൂമിയായിട്ട് കിടക്കുവാണ്. പക്ഷേ ഇപ്പം പുതിയ നിയമം അനുസരിച്ച് അത് തരംമാറ്റൽ ഇതിലേക്ക് വിടണം. പിന്നെ അതിനൊക്കെ നൂലാമാലകളൊക്കെയാണ് ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളിതൊക്കെ അറിയുന്നത്. 2-3 വർഷമായിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഞങ്ങൾ കയറി ഇറങ്ങി, നമുക്കറിയാമല്ലോ നമ്മുടെ ഗവൺമെൻറ് ഓഫീസിലെ കാര്യം, കയറി ഇറങ്ങി നടന്ന് ഞങ്ങൾ മടുത്തു. ഒന്നാമത് പുറത്തൊക്കെ ജോലി ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെയുള്ളൊരവസ്ഥ വളരെ ദുസ്സഹമാണ്. എന്നിട്ടും ഞങ്ങൾ കയറി ഇറങ്ങി നടന്നു, ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായി. അപ്പോൾ അവർ ഒത്തിരി നൂലാമാലകളാണ്, അത് മാറ്റണമെങ്കിൽ അവിടെ കുറേ ഏരിയ അങ്ങനെ ഉണ്ടെന്നും അതിന് റീസർവേ ചെയ്യണം, അതാണിതാണ്. അപ്പോഴും പിന്നെ ഞാൻ മാതാവ് ഇത് എത്ര നാളായി ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്താണെന്ന്. പെട്ടെന്ന് ആ ഓഫീസർ മാറിയ ഒരു പുതിയ ഓഫീസർ വന്നു. ആ സെയിം പ്രശ്നങ്ങൾ നിലനിൽക്കെ തന്നെ വിതിൻ നോ ടൈം ഞങ്ങൾക്കത് കരഭൂമിയാക്കി സാങ്ഷനാക്കി കിട്ടി. അത് അമ്മയുടെ അനുഗ്രഹമൊന്നും മാത്രമാണ്. നമുക്കൊരു ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, നമുക്ക് ആരെ പിടിക്കണമെന്നറിയത്തില്ല. പക്ഷേ അമ്മ മാതാവ് മാത്രമായിരുന്നു അവിടെ ഞങ്ങൾക്ക് സഹായത്തിനുണ്ടായിരുന്നത്. ഈ ഉടമ്പടി തൈല ഉപ്പ് വഴി ഞങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങളാണ്, കൃപകളുമാണ് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി ഹീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി രോഗങ്ങളിൽ നിന്ന്, അലർജി രോഗം, അങ്ങനെയുള്ള പല രോഗങ്ങളിൽ നിന്ന് ഹീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോവും. അവരുടെ നഖം വെട്ടി കൊടുക്കുക, ഇവിടെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുക, കുളിപ്പിക്കാൻ സഹായിക്കുക, ഫുഡിൻ്റെ പാത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അവരുമായിട്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് എല്ലാ മാസവും പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് ആരൊക്കെ സഹായത്തിന് ചോദിച്ചാലും ഞങ്ങൾ സഹായം കൊടുക്കാറുണ്ട്. പിന്നെ പേപ്പർ കിട്ടിയാൽ ഞാനത് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചാൽ എല്ലായിടത്തും കൊണ്ട്, ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ്, എല്ലായിടത്തും കൊണ്ട് എല്ലാവർക്കും ഞാനത് പറഞ്ഞ് കൊടുക്കും. അപ്പം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഷെയിമായിരുന്നു കൊടുക്കാനായിട്ട്. എനിക്ക് ഭയങ്കര സ്റ്റാറ്റസുള്ള പുള്ളിയായിരുന്നു. പക്ഷേ
അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിക്കാറുണ്ട് പേപ്പർ കൊടുക്കാൻ ആദ്യം എടുത്തിട്ട്. എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു, എളിമയില്ലായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, പിടിവാശി. അപ്പം ഞാൻ ഇതൊന്നും കൊടുക്കാൻ പോകത്തില്ല, ആദ്യമൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. 3ാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷമാണ് ഞാൻ നന്നായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി. അതിന് പകരം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പോവും, അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം പിന്നീട് ഞാൻ തന്നെ പോയി എല്ലാവർക്കും പേപ്പർ കൊടുക്കുകയും എല്ലാവരോടും സംസാരിക്കുകയും എല്ലാവരും അപ്പം വളരെ സ്വാഗതമായിട്ട് വളരെ നന്നായിട്ടാണ് അവരൊക്കെ മേടിക്കുന്നത്, വളരെ ഹാപ്പി ആയിട്ട്. ആദ്യമൊക്കെ വേണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് അതൊരു നാണക്കേടായില്ല, എല്ലാവർക്കും ഞാൻ കൊടുക്കും. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾക്ക് മാതാവ് തന്നിട്ടുണ്ട്. ഈ ഉടമ്പടിയോട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഒരു ക്രിസ്തീയ ജീവിതം ഞങ്ങൾ നയിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയി കൊണ്ട് പിന്നെ കടവുള്ള ദിവസങ്ങളിൽ പോകും, ഒന്നല്ലാതെ പ്രത്യേകിച്ചും പുറത്തൊക്കെ ആയതുകൊണ്ടും ജോലിയൊക്കെ ആവും, പിന്നെ മടിയാണ്, പലതിനും പോകാൻ മടിയാണ്. ഒരു നെയിം സേക്കിന് വേണ്ടിയൊക്കെ പോകും എന്നുള്ളതല്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് പോയിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഞായറാഴ്ചകളിൽ ഒരിക്കലും മുടക്കത്തില്ല. ഇട ദിവസങ്ങളിൽ പോകുന്നിടത്തോളം പറ്റുന്നിടത്തെല്ലാം ഞാൻ കുർബാന ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എനിക്കിഷ്ടമില്ലല്ലോ ഞാൻ പോകും, കുർബാന കൂടാമല്ലോ എന്ന് ഓർത്ത് വളരെ ഭക്തിയോടുകൂടി ഹൃദയപൂർവ്വം എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. കണ്ണീര് അടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ കുർബാനയിൽ സംബന്ധിക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്, ഉപവസിക്കാറുണ്ട്, ബൈബിള് എല്ലാ ദിവസവും ഞാൻ 1/2 മണിക്കൂർ അതിൽ കൂടുതലും വായിക്കാറുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കത്തില്ല. ഞങ്ങൾ വിശുദ്ധ തൈലം പുരട്ടാതെ എങ്ങും ഇറങ്ങത്തില്ല. ഞങ്ങൾ കാശുരൂപം കൊണ്ട് എവിടെയും പോകും. ഈ കാശുരൂപത്തിൻ്റെ ശക്തി അത്യപൂർവമാണ്. ഞങ്ങളെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അമ്മ മാതാവില്ലാതെ എനിക്കിപ്പോൾ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. എന്തും ഉപേക്ഷിക്കാം, പക്ഷേ അമ്മ മാതാവിൻ്റെ കാശുരൂപമില്ലാതെ ഞാൻ എങ്ങും പോകത്തില്ല. എനിക്ക് എന്തോ നഷ്ടപ്പെട്ട മാതിരിയാണ് അതെടുക്കാൻ പറന്നു പോയാൽ. അത്രയ്ക്ക് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കാശുരൂപമാണ്. അങ്ങനെ ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. എൻ്റെ മോനും ഇതുപോലെ തന്നെ ഞാൻ കാശുരൂപവും കൊന്തയെല്ലാം കൊടുത്താൽ വിട്ടേക്കുന്നത്. കാരണം അതുകൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെയാണ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ. അങ്ങനെ എല്ലാവിധ കൃപകൾക്കും അമ്മ മാതാവും ഈശോനാഥനും ചെയ്ത എല്ലാ കൃപകൾക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അമ്മ എനിക്ക് സുഗന്ധാഭിഷേകം പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ രാവിലെ വന്നപ്പോഴും നന്നായിട്ട് സുഗന്ധാഭിഷേകം കിട്ടി. ഞാൻ ഓർക്കും ജീവിതം ഇവിടുന്ന് ഈ മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് പെട്ടെന്ന് ഇത് പിടി കിട്ടിയില്ല. പിന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ വരുന്നുണ്ടോ, ഇല്ലയെന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി സുഗന്ധാഭിഷേകമാണ്. അങ്ങനെ ഇതിന് മുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മ മാതാവ് സ്വപ്നത്തിൽ വന്നു, നീല തീയിൽ അമ്മ യഥാർത്ഥ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ കിടന്നു, അയ്യോ എല്ലാവരും വിട്ടുകൂത്തതേ അമ്മ വന്നിരിക്കുന്നു പറഞ്ഞ് ഞാൻ സ്ക്രീൻ ചെയ്തു. പിന്നെ എൻ്റെ പച്ചത്തിരിയും നീലത്തിരിയും കത്തുമ്പം മേളിലേക്ക് അമ്മയുടെ രൂപം വരും, ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ട് വരും. കുറേ ദിവസം നിൽക്കും. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാച്ചു ആയിട്ട് നിൽക്കും, പിന്നെ തനിയെ അത് പോകും. പിന്നെ ഒരു പ്രാവശ്യം ഞാനതെടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ എൻ്റെ ഫോണിലെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. പല പ്രാവശ്യം അങ്ങനെ വരാറുണ്ട്. പിന്നെ വേറെ ഏതൊക്കെയോ വരും, പക്ഷേ അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സാക്ഷി വേണം എന്നാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചാലും എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ പല പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മ എല്ലാ കൃപകൾക്കും കൊണ്ടാനുകൂടി നന്ദി. My name is Anish. I worked in railways as a loco pilot. Last when I worked, I was in Goa. I have terminated due to a departmental case, and after the departmental procedures, I filed the case to get justice in April 24. So even the departmental procedures, there are a lot of merits for my case. I fully depend on the merits of my case, but no merits has worked out. In between the departmental procedures also, I tried to approach the court, but it was not get a good result. So after the railway procedures, and I got surrendered to Mother Mary and Jesus Christ, and I put in my covenant, this is my first petition for getting the natural justice from the court. And therefore yesterday, that is on 1st of August, I got a final verdict that I have been reinstated to my original post as a loco pilot passenger with all benefits, without cut shorting a single benefit. Now the next procedure is going on. This was my first petition and first request in my covenant. The second one is, we have got a property in Karnataka, Hubli. Around 12 years back, I purchased that property, but it was in the name of some other person. I approached all the
departments through all means, all the regular means, proper means to get it changed to my name, but nothing worked out. So after the 12 hours effort, when I took the covenant, I go to my property, I applied the covenant salt, I applied the Mother Mary's salt into my property and applied the holy oil in the application, and once again I given to the application to the commissioner. So within 1 month, the property was transferred on my name without any effort. I checked through online site and it was in my name without a single effort from my side, only by the grace of Mother Mary and Jesus Christ. Next is, when I am taking the covenant, my children were studying in 12th and 10th standard. I prayed to get 90% of marks in maths and science subjects. My daughter achieved through the grace of Mother Mary and Jesus Christ to get that higher marks. When my son also got good marks in his 12th CBSE board examination. And these are the three of the requests I kept in my covenant, and the other more blessings I got. When I am coming to renew my covenant from Goa, I am traveling in a bike. My friend is driving in the highway. He suddenly changed the lane. He gone to the next lane where one high-speed car is coming. We are in about to 60 to 70 kmph. The car is more than that. I mean 80 to 90. The car came and hit on our bike. I am seeing the front portion of the car is damaged and all the front headlight and indicators are broken and flying in the air. So that time I am praying to Mother Lord by praying the rosary, and we have not fell down, not even got a single scratch on our body. It is only through the grace and blessings of Mother Mary. My friend who is driving the vehicle is a Brahmin, and he told, "Aapka Mother Mary or Jesus humko bachaya," because he knows I am praying sitting in rear of his vehicle. I used to pray rosary whenever I am in duty also, in free time also. He knows. When he speaks, I will never respond because I am praying. So he knows that. So he understood that only because of my prayer, we saved in that big accident. And before taking the covenant, I know we have to go for daily mass and confession. So we are staying Goa near to a minor seminary. So as far as possible, regular daily mass I started. I started preparing myself to take the covenant. I started going daily mass. Whole family we will go. When schools are there, they will not come. When schools are not there, they also come for the daily mass. And we started going to the hospitals there, seeing the patients without taking the covenant also. And we used to take the patients, and myself, I take in my vehicle, I take them to their houses if they are having the requirement. And when I shifted my family last year to native, and here also, as a part of covenant, we go to the district hospital, see the patients. 4 o'clock, we will go to the wards. Up to 8:30, we will be there with the patients. More than 60 to 65 patients we can see at a time in a day, and we given them food, even fruits and everything, and some help to get the medicine, financial aid to get the medicine. More than that, we give them the paper, the Kripasanam Daily, monthly magazine, and to every patient with
telling my all my blessings in my life and giving, praying with every patience. And now also all the family, we are very much, too much close to the God. First, in my early life, even though we go to the Sunday Mass, we go to confession, we don't have this much affection to the God. Now we are very much close to the God. And regarding the Bible reading, I used to read hours to her Bible when I am in Goa. Now I came to native, even though I can read almost 1 hour Bible reading daily, and through the social media, I will proclaim the God, the Bible verses, and our Kribasanam channel videos, everything we will proclaim through the social media. We thanking Mother Mary and Jesus Christ, and this is our humble testimony.